സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ ഈ ഓൺലൈനിലൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നമ്മൾ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഇന്ന് ശുശ്രൂഷ ക്ഷണിച്ച ദൈവദാസൻ പാസ്റ്റർ റോയ് ബേബി, ചെന്നൈ ദൈവദാസി ഉള്ള നന്ദിയെ, ദൈവസഭയോർത്തുള്ള നന്ദിയെ അറിയിക്കുന്നു. എനിക്കിന്ന് ഇതിലിരിക്കുന്ന ആരെയും പരിചയമില്ല. ഞാന് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നിങ്ങളുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ പേര് റോബിൻ മാമൻ എന്നാണ്. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നത് മുംബൈയിലാണ്. എൻ്റെ വൈഫിന്റെ പേര് ബിജി റോബിൻ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, 2 ആൺകുഞ്ഞുങ്ങളുണ്ട്. ദൈവത്തിന്റെ കൃപയാ ഞങ്ങൾ ഈ ദേശത്തായിരിക്കുന്നു 5 വർഷത്തോളമായി. അതുപോലെ അതിന് മുമ്പ് 2 വർഷം ഒറീസയിലായിരുന്നു. ജോലിയോടൊപ്പം ആയിരുന്നു. അവിടെ ജോലി വിട്ട് സുശേഷ വേലയ്ക്കായി ഇറങ്ങുവാൻ 2015 ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഞങ്ങളെ സഹായിച്ചു. 2019 എൻ്റെ വിവാഹം നടന്നു. ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹപ്പെട്ട തലമുറയെ തന്ന അനുഗ്രഹത്തോടെ കുടുംബജീവിതമായി ഓൺലൈനിലൂടെയും അല്ലാതെയൊക്കെ ദൈവത്തിന്റെ അവസരം ലഭിക്കുന്നതനുസരിച്ച് വചന ശുശ്രൂഷയായി കടന്നു പോകുന്നു. ഇന്ന് ദൈവത്തിന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാൻ, നമ്മൾ വന്നതുപോലെ മടങ്ങിപ്പോകുന്നവരായി തീരുവാൻ ഇടവരുത്താതെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുന്ന ഒരു പകലായ ദൈവം തീർക്കുവാൻ വേണ്ടി നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. അല്പസമയം ചിന്തയ്ക്കായി ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നമുക്ക് ദൈവത്തിൽ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നമുക്ക് ദൈവത്തിൽ വായിക്കാം. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബേത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. ദൂതൻ സെഖര്യാവിനോട് പറഞ്ഞു, സെഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവം ഉത്തരം തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാളുകളായി ദൈവസന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു സെഖര്യാവിന് ദൈവം മറുപടി കൊടുത്തുവെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ വൈദ്യനും ദൈവം മറുപടി തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ മറുപടി രുചിച്ചറിഞ്ഞ ഒരു ദൈവ വൈതൽ ഹല്ലേലൂയ ദിനം പ്രതി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും എന്റെ സഭയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് സഭയിൽ ദൈവമക്കൾ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ എന്റെ വിഷയത്തിന് മറുപടി കിട്ടി, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചതിനെല്ലാം ആൻസർ കിട്ടി എന്ന് കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് തോന്നും അവർക്ക് മറുപടി കിട്ടി, എനിക്ക് എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുവാൻ ഇടവരുത്താം. ഞാൻ അതിന് ഒരു ഉദാഹരണം പറയുവാൻ ഇടവന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരു കടയിൽ പോയി ഒരു ആഹാരം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് അറിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ആ ടേസ്റ്റ് കഴിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ ആ കടയിൽ പോകുവാൻ ഇടവരുത്തും. അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള പകർന്നു കൊടുക്കും. ആ കടയുടെ മുമ്പിലൂടെ നമ്മൾ ഏതെല്ലാം പ്രാവശ്യം കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മുടെ നാവിൽ ആ രുചി അറിഞ്ഞവൻ എന്ത് ചെയ്യും? അത് രുചിക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും കയറിക്കൊണ്ടിരിക്കുക. നമ്മൾക്ക് പ്രൈസലോ അല്ലെങ്കിൽ മറ്റുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കടകളിൽ ഉണ്ടാക്കി വെച്ചുന്ന ആഹാരം കാണുമ്പോൾ അത് കഴിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ പൈസ ഇല്ലെങ്കിൽ പിന്നെ പൈസ ഉള്ളപ്പോൾ നമ്മൾ കഴിക്കാൻ പോകും. നമുക്ക് ഈ ലോകം ഉണ്ടാക്കുന്ന ആഹാരങ്ങളെ, ഭക്ഷ്യവസ്തുക്കളെ കാണുമ്പോൾ അത് കഴിക്കുവാനുള്ളതും അത് രുചിക്കുവാനുള്ള ആഗ്രഹം ലഭിക്കുന്നത് പോലെ, തോന്നുന്നത് പോലെ, നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ ആത്മീയ ലോകത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ മറുപടി കേൾക്കുമ്പോൾ അതേ രുചി, അതേ സന്തോഷം, അതേപോലെയുള്ള ഒരു സന്തോഷം എന്റെ ജീവിതത്തിലും എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ഉത്തരം തന്നെ ലഭിക്കുവാനിട വരുത്തും.
പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ലോകത്തിൽ ഒരുക്കുന്ന അല്ലെങ്കിൽ കടക്കാരല്ലെങ്കിൽ അവരെ ഷെഫ്മാരുണ്ടാക്കുന്ന നല്ല ആഹാരങ്ങളെ കാണുമ്പോൾ അത് കണ്ട് ഒരു പ്രാവശ്യം രുചിക്കുവാനോ അത് കാണുമ്പോൾ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ആത്മീയ പിതാവായ സ്വർഗീയമായ ദൈവം കൊടുക്കുന്ന ആ മധുരമായ പ്രാർത്ഥനയുടെ മറുപടി രുചിച്ചു നോക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ആഗ്രഹമുണ്ടോ അവന്റെ ജീവിതത്തില് ഒരു മറുപടിയുടെ ദിനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം സെക്കര്യാവിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ സെക്കര്യാവ് ഒരു പുരോഹിതനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു പുരോഹിതനായിരുന്നു, ശുശ്രൂഷ ചെയ്ത പുരോഹിതനായിരുന്നു. അവിടെ വചനം ഇങ്ങനെ കാണുന്നു, സെക്കര്യാവ് വാർദ്ധക്യമുള്ള അഥവാ പ്രായമുള്ള വ്യക്തികളായിരുന്നു. ആ സെക്കര്യാവ് നാളുകളായി പ്രൈസ് ദി ലോർഡ് അവരുടെ വിവാഹ ജീവിതം കഴിഞ്ഞ നാൾ മുതൽ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൂതൻ കടന്നു വന്നിട്ട് പറഞ്ഞത്, സെക്കര്യാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്. ദൈവജനമേ, ദൈവവചനം പഠിക്കുമ്പോൾ രണ്ട് വിധമായ ഉത്തരങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയും. ചില പ്രാർത്ഥനയ്ക്ക് ദൈവം എന്ത് ചെയ്യും? അപ്പോൾ തന്നെ നമുക്ക് മറുപടി തരും. ചില പ്രാർത്ഥനയ്ക്ക് കാലതാമസം വരും. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ അവിടെ ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ കടന്നു വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ പ്രാർത്ഥനയുടെ 1-ാം ദിവസം ദൈവം എന്നെ അവിടുന്ന് മറുപടിയുമായി അയച്ചതാ. എന്നാൽ ദേശത്തിന്റെ ശക്തികൾ എന്ത് ചെയ്തു? അതിനെ തടയുവാനിട വന്നു. ദൈവസന്നിധിയിൽ ആരെല്ലാം കണ്ണുനീരോടെ നിലവിളിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ, അവന്റെ ജീവിതത്തിൽ എല്ലാം എന്തുണ്ട്? മറുപടി ഉണ്ട്. ചില വിഷയങ്ങളുടെ മറുപടികൾ കാലതാമസം വരും. ചില വിഷയങ്ങളുടെ മറുപടിയിൽ ലോകത്തിലെ ശക്തികൾ തടയുവാനിട വരുത്തും. ചില വിഷയങ്ങളുടെ മറുപടി അപ്പോൾ തന്നെ ലഭിക്കുവാനിട വരുത്തും. ആഹാർ തന്റെ ജീവിതത്തിൽ ദൈവത്തോട് നിലവിളിച്ചു, എന്റെ ബാലന് മരണം കാണുന്ന എന്ന് പറഞ്ഞ് ദൂരെ നിന്ന് കരഞ്ഞിരുന്ന ആഹാറിന്റെ മണിക്കൂറുകളോ ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ടല്ല, അപ്പോൾ തന്നെ മറുപടി കൊടുക്കുവാനിട വന്നു. ഇന്ന് പോലായിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തില് നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതിരിക്കുമ്പോ എന്റെ ദൈവം എനിക്ക് മറുപടി തരില്ല, എന്റെ ദൈവം എന്നെ മറന്നു കളഞ്ഞെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. തക്ക സമയമാകുമ്പോൾ അതിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൈവത്തിന്റെ ദൂതനെ, ദൈവത്തിന്റെ കരമേ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിട വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രാർത്ഥനയ്ക്കും ഒരു മറുപടിയുടെ ദിനം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കാത്തിരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമേറിയ കാര്യം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് രാവിലെ 10 മണിക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചു, ഒരു 10:30 ആവുമ്പോൾ നമുക്ക് മറുപടി കിട്ടിയാൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ വളരെ ഹാപ്പിയാ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒരു 11 മണിയായാലും കുഴപ്പമില്ല, ഒരു ദിവസം വൈകിയാലും കുഴപ്പമില്ല. ഈ നാളുകൾ നീണ്ടുപോകുന്നത് നമ്മുടെ ജീവിതത്തിന് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഞാനൊരു ദൈവദാസനാണെങ്കിൽ ഞാൻ ദൈവത്തിൽ ഇടിവിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലും വേദനകൾ കടന്നു വരാൻ കഴിയും. കാരണം എന്റെ ആത്മാവ് ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് എന്റെ ചിന്തകൾ മാറിപ്പോകുവാനിട വരുത്തോ, എന്റെ വിചാരങ്ങൾ മാറിപ്പോകുവാനിട വരുത്തോ, എനിക്കും വേദനകൾ കടന്നു വരുവാനിട വരുത്തോ. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു, നീ ദൈവസ്ഥനിൽ ഒരു വിഷയങ്ങള് മുട്ടിന്മേൽ മടക്കി ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിന്റെ മേലെ സ്വർഗത്തിൽ നിന്ന് തക്ക സമയമാകുമ്പോ അവൻ നമുക്ക് വേണ്ടി മറുപടി അയക്കുന്ന ദൈവമാണ്. കാലതാമസം വരുമ്പോ അവൻ മറന്നു കളയുന്ന ദൈവമല്ല. കാലതാമസം വരുമ്പോ അവൻ നമ്മുടെ വിഷയങ്ങളെ മാറ്റിവെക്കുന്ന ദൈവമല്ല. ദൈവത്തിനറിയാം നിന്റെ വിഷയത്തിന് എപ്പോൾ മറുപടി വേണമെന്ന്. ദൈവം എങ്ങനെ ഒരുക്കുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരുപാട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ 2.5-3 വയസ്സ് വരെ 3 വയസ്സോളം പ്രായം വരെ നടക്കാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ അമ്മ ബ്രദറിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് കടന്നു വന്നതാണ്. അമ്മ ബ്രദറിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് കടന്നു വന്നിട്ട് കല്യാണം കഴിച്ചു വിട്ടത് ബ്രദറിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് കല്യാണം IPCയിലേക്ക് കെട്ടിച്ചു വിട്ട്. നമുക്കറിയാം പെന്തക്കോസ്തുകാർക്ക് ഇതില്ല, അഭിഷേകമില്ല. അവർ പരിശുദ്ധാത്മാവിന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അഭിഷേകത്തെ വിശ്വസിക്കുന്നില്ല. അമ്മ വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒരു പാസ്റ്റർ വീട്ടിലേക്ക് വന്നു കയറിയ, അന്നേരം വീട്ടിലേക്ക് വന്നു കയറിയപ്പോ അന്നേരം അമ്മ നോക്കിയപ്പോൾ എല്ലാവരും അഭിഷേകമുണ്ട്, എനിക്ക് മാത്രം അഭിഷേകമില്ല. 10 വർഷത്തോളം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ
അവരാത്മാവിൽ ആരാധിക്കുന്നത് പോലെ എനിക്കൊന്ന് ആത്മാവിൽ ആരാധിക്കണം. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഞാൻ ജനിച്ച് എനിക്ക് 3 വയസ്സോളം ആകാറായി. ആ സമയത്ത് ഞാൻ മുട്ടയിൽ എഴഞ്ഞു നടക്കുന്ന സമയമാണ്. കാരണം എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന അങ്ങനെയാണ് എന്റെ ഭവനത്തിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസ്ഥ. അമ്മ എല്ലാ ദിവസവും ചർച്ചയിൽ നടക്കുന്ന വാട്സപ്പ് പ്രാർത്ഥനകൾ, മീറ്റിങ്ങുകൾ എല്ലാം കടന്നുപോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവമേ, എന്നെ ഒന്ന് ആത്മാവിൽ നിറയ്ക്കണം. മറ്റുള്ളവരെ പോലെ ഞാൻ ആത്മാവിൽ ഒന്ന് നിറയണം. എനിക്ക് ആ സന്തോഷം എനിക്കൊന്ന് അനുഭവിക്കണം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ചർച്ചിൽ 3 ദിവസം വാട്സപ്പ് പ്രാർത്ഥന നടക്കുമ്പോൾ അമ്മ ഭവനത്തിൽ നിന്ന് നിലവിളിച്ചു വേദനയോടെ ഹല്ലേലൂയ ദൈവത്തോട് കരഞ്ഞുകൊണ്ട് ആലയത്തിലേക്ക് കടന്നു പോകുന്നത് എന്തെങ്കിലും എന്നെ ആത്മാവിലൊന്ന് നിറയ്ക്കണമെന്ന്. എന്നാൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ മുട്ടഴിഞ്ഞ് നടക്കുക, ഞാൻ എഴുന്നേറ്റ് നടന്നിട്ടില്ല. അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്നു, ഞങ്ങൾ ചേട്ടന്മാർ വീട്ടിലിരിക്കുന്നു. അമ്മ മീറ്റിങ്ങിനായി കടന്നുപോയി. അവിടെ ചെന്ന് ദൈവസ്ഥലിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നപ്പോ അവിടെ അന്ന് ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസൻ അമ്മയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ദാസി, ഇന്ന് നിന്റെ ആഗ്രഹത്തെ ദൈവം മാനിക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ അമ്മ ആത്മാവിൽ നിറയാൻ തുടങ്ങി. ആലയത്തിൽ ആത്മാവിൽ നിറയപ്പെട്ടപ്പോൾ ഭവനത്തിൽ ഞാൻ എഴുന്നേൽക്കുവാനിട വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആലയത്തിൽ നിന്നുകൊണ്ട് അമ്മ അഭിഷേകത്തിൽ നിറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ രാവിലെ മുതൽ പോയപ്പോൾ എഴുന്നേൽക്കാതിരുന്ന അന്ന് രാവിലെ അവിടെ വെച്ച് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാനിട വന്നു. അന്ന് മുതൽ കടന്ന് ഓടുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന് കാരണം 10 വർഷം എടുത്തു ഒരു അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ തക്ക സമയമായപ്പോൾ അഭിഷേകം മാത്രമല്ല, എഴുന്നേൽക്കാതിരുന്ന മകനെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകലായിരിക്കുന്ന ദൈവവേദന നിന്റെ ജീവിതത്തില് നീ എത്ര കാലതാമസം വൈകിയാലും നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം നിനക്കൊരു മറുപടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നീ വിചാരിക്കുന്ന സമയത്തോ നീ കാത്തിരിക്കുന്ന സമയത്തല്ല. അത് ദൈവത്തിനറിയാം നിന്റെ മറുപടി എപ്പോൾ തരണമെന്ന്. അത് സമയമാകുമ്പോ അത് നിന്റെ കൺമുൻപിൽ ദൈവം അത് വെളിപ്പെടുത്തി തരുവാനിട വരുത്തും. ഹല്ലേലൂയ. ഞാനങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനയുടെ മറുപടികളെ ഈ ദിവസങ്ങളിലും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ വെളുപ്പിന് 3 മണിക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിന് എനിക്ക് രാവിലെ 8:30 എനിക്ക് മറുപടി കിട്ടി. ഞാൻ പറഞ്ഞതിന് കാരണം മറുപടി ഉണ്ട്. ദിനം പ്രതി എന്ത് ചെയ്യുക, ആ മറുപടിയുടെ രുചി അറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം. സെക്കര്യാവിനോട് ദൈവം പറയുന്നു, സെക്കര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തായി? ഉത്തരമായി. നമുക്ക് ഈ സെക്കര്യാവിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ സെക്കര്യാവ് ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. നമുക്കറിയാം, ദൈവ മക്കൾക്ക് തലമുറ ലഭിച്ചതിനേക്കാൾ വളരെ ലഭിക്കാതിരിക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ദൈവദാസന്മാർ. കാരണം ദൈവമക്കൾക്ക് ഒരു തലമുറ ഇല്ലെങ്കിൽ പോയി പ്രാർത്ഥിക്കുന്ന ദൈവദാസന് തലമുറ ഇല്ലെങ്കിൽ ആ ദൈവമക്കൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? വിശ്വാസികൾ പറയണ്ട, ആ പാർശ്വക പിള്ളേരുടെ പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച വല്ല പ്രവൃത്തി നടക്കുമോ എന്നെന്ത് ചെയ്യും? കാരണം പല ദൈവദാസന്മാർ എന്നോട് ഈ വേദന പറഞ്ഞിട്ടുണ്ട്. എന്താ? വിശ്വാസികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി കടന്നു ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത്, ദൈവദാസന്റെ മക്കളിൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും? അന്നേരം സെക്കര്യാവ് ഒരു പുരോഹിത ശുശ്രൂഷകനാണ്. ജനത്തെ അനുഗ്രഹിക്കും. അവിടെ അധ്യായം പഠിച്ചു വരുമ്പോൾ ജനം പുരോഹിതനായ സെക്കര്യാവ് കടന്നു വന്ന് അനുഗ്രഹം വാങ്ങുവാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അന്നേരം തന്റെ ജീവിതത്തില് താൻ നാളുകളായി ദൈവത്തോട് എന്ത് ചെയ്യുക? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പഴയ നിയമം പഠിച്ചു വരുമ്പോൾ തലമുറ ഇല്ലെങ്കിൽ അവർക്ക് നിന്ദയായി, പാപമായി അഥവാ ശാപമായൊക്കെ ജനം കാണുന്നു. റാഹേല് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. റാഹേലിന് ദൈവം ഒരു തലമുറയെ കൊടുത്തപ്പോൾ ദൈവം എന്റെ നിന്ന നീക്കിയെന്ന ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 21, 22, 23 വേദഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 22, 23 അധ്യായങ്ങൾ 22, 23 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ റാഹേൽ ദൈവത്തോട് പറയുന്നത്, ദൈവം എന്റെ നിന്നയെ നീക്കിയെന്ന് പറഞ്ഞ് അവന് യോസേഫ് എന്ന് പേരിടുന്നതായിട്ട് ദൈവത്തിന്റെ വചനം കാണുന്നു. അന്നേരം തലമുറയില്ലാത്തവർക്ക് ഒരു നിന്ദയായി, പരിഹാസമായി നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് സെക്കര്യാവ് പ്രൈസലോ തന്റെ വാർദ്ധക്യം ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്കൊരു തലമുറ വേണമെന്ന്. എന്നാൽ ഈ സെക്കര്യാവിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ സെക്കര്യാവിന് ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചവനാ. അവിടെ വചനം വായിക്കുന്നത് 6-7 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ദൈവത്തിന് നീതിയുള്ളവരും കർത്താവിന്റെ സകല ന്യായങ്ങളും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ചു നോക്കിയേ,
ദൈവസന്നിൽ ആരാ? സെക്കര്യാവ് കുടുംബം എങ്ങനെയാ? നീതിയുള്ളവരായിരുന്നു. ദൈവവചനം അനുസരിച്ച് ദൈവത്തിന് പ്രമാണം ചെയ്യുന്നവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. അങ്ങനെ ദൈവസന്നിൽ തനിക്ക് നാളുകളായിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ തന്റെ ജീവിതത്തില് ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരു കുറവ് വരുത്തുവാൻ ഇടവന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ ജീവിതത്തില് നല്ല സാക്ഷ്യമുള്ളവരായിരുന്നു. ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചവരായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലങ്ങളിൽ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ, നമുക്ക് വേണ്ടി മറുപടി ലഭിച്ചില്ലെങ്കിൽ, നമ്മുടെ വിഷയത്തിന് മറുപടി കിട്ടില്ലെങ്കിൽ, കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഹല്ലേലൂയ ദൈവ വഴി വിട്ടുപോകുന്ന ഒരു ആത്മീയ ലോകത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, നാളുകളായി ദൈവത്തിന് പ്രമാണമനുസരിച്ച് ദൈവവചനം അനുസരിച്ച് ദൈവത്തിന് വേണ്ടി നിലനിന്നിട്ട് സെക്കര്യാവിന് മറുപടി ലഭിക്കാതിരുന്നിട്ട് ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകുവാനിട വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മറുപടി കിട്ടാതാകുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്ന ദൈവജനത്തെ അല്ല ദൈവത്തിന് ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോഴോ, കണ്ണുനീര് വരുമ്പോഴോ, പ്രയാസം വരുമ്പോഴോ, വേദന വരുമ്പോഴോ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ദൈവമക്കളെയാണ് ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. സെക്കര്യാവിന് തലമുറയില്ലെങ്കിൽ, തന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ, ദൈവവചനത്തിനും ദൈവ പ്രമാണത്തിനും അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ഒരു സെക്കര്യാ പ്രവാചകൻ, സെക്കര്യാ പുരോഹിതനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സെക്കര്യാവിനോടാണ് പ്രൈസ് ദി ലോർഡ് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, സെക്കര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് രാവിലെ ആയിരിക്കുന്ന ദൈവവൈദ്യലെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അയച്ചിട്ടുണ്ടെന്ന്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉത്തരം ലഭിച്ചു കഴിഞ്ഞിട്ട് പറയുന്നത് എളുപ്പമാണ്. എന്നാൽ ലഭിക്കാതിരുന്നിട്ട് എന്റെ ദൈവം എനിക്ക് മറുപടി അയച്ചു എന്ന് പറയുന്നതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ലഭിച്ചു കഴിഞ്ഞിട്ട് 10 പേരോട് പറയാൻ എളുപ്പമാ. എന്നാൽ ലഭിക്കാതിരിക്കുമ്പോൾ, കയ്യിൽ കിട്ടാതിരിക്കുമ്പോൾ, മറുപടി കാണാതിരിക്കുമ്പോൾ എന്റെ ദൈവം എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചു എന്ന് വിശ്വാസത്തോടെ വാഗൊണ്ട് പറയുന്നവന് മറുപടിയുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തില് ആ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുവാനിട വരുത്തണം. ഹല്ലേലൂയ. സെക്കര്യാവ് പ്രാർത്ഥന നിർത്താതിരുന്നതിന് കാരണം, ഹല്ലേലൂയ, താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന് കാരണം ഇന്നല്ലെങ്കിൽ നാളെ തനിക്കൊരു മറുപടിയുടെ ദിനമുണ്ട്. എന്നാൽ സെക്കര്യാവിന് ഒരു പ്രശ്നം കൂടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം, ഈ സമയം കഴിഞ്ഞ് നമ്മുടേതായ കണക്കൂട്ടലുകൾ നമ്മളെല്ലാ വിഷയത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? കണക്കൂട്ടുന്നവരാ അല്ലെ? ഇന്ന കാര്യം ഇന്നത് ഇന്ന സമയത്ത് നടക്കും, ഇന്നതുപോലെയൊക്കെ സംഭവിക്കും. അപ്പൊ നമ്മൾ ജോലിക്ക് വിദേശത്തേക്ക് വല്ലതും പോകാനിരിക്കുന്നത്, ഇത്ര ദിവസത്തിനുള്ളിൽ വിസ ലഭിക്കും, ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ പാസ്സാവും, ഇത്ര ദിവസം നമ്മൾ കയറിപ്പോകും. ആ പറഞ്ഞവരൊന്നും ഇതുവരെ കയറിപ്പോയിട്ടില്ല. കണക്കൂട്ടി വെച്ചവരൊന്നും ഇതില്ല, കയറിപ്പോയിട്ടില്ല. കാലതാമസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പലതിനെ കുറിച്ച് എന്ത് ചെയ്യുന്ന? കണക്കൂട്ടി വെക്കുന്ന. സെക്കര്യാവ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും സെക്കര്യാവിന്റെ ഉള്ളിൽ ഒരു വിഷയമുണ്ട്. അതിന്റെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ 18-ാം വാക്യത്തില് സെക്കര്യാവ് പറയുന്നുണ്ട്, സെക്കര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? തനിക്കൊരു ആൺതലമുറയ്ക്ക് ലഭിക്കും, അവൻ എപ്രകാരമായിരിക്കും എന്നൊക്കെ ആലോചന പറയുമ്പോൾ സെക്കര്യാവ് ദൈവത്തോട് ചോദിക്കുക, ഞാൻ ഇത് എന്തോന്നിനാൽ? ഇത് സെക്കര്യാവിന് മാത്രമല്ല, അബ്രഹാമിനും ഉണ്ടായിരുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തനിക്ക് എലിയാസറിലൂടെ തന്റെ വംശപാരമ്പര്യം മുന്നോട്ട് പോകുമെന്ന് ചിന്തയോടിരിക്കുന്നവനോട് പ്രൈസ് ദി ലോർഡ്, നക്ഷത്രങ്ങളെയും മണലുകളെയും കാണിച്ച് താൻ ബഹുജാതികളെ പോലെ തലമുറകളെ കൊണ്ട് വർദ്ധിക്കുമെന്ന് പറഞ്ഞ ആലോചന പറയുമ്പോൾ അബ്രഹാം ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത് എന്തോതിനാൽ അറിയുമെന്ന്? അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തില് പല വിഷയങ്ങൾക്കും മറുപടിയുമായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചോദ്യം, ഞാൻ ഇത് എങ്ങനെ അറിയുമെന്ന്. അബ്രഹാം ആ ചോദിച്ചതിന്റെ ചോദ്യത്തിന്റെ ആൻസർ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചതായി ജനം 400 വർഷം പ്രവാസത്തിൽ പോയ ദൈവത്തെ എന്ത് ചെയ്യരുത്? മറുപടിയുമായി വരുമ്പോ ദൈവത്തോട് എന്ത് ചെയ്യരുത്? ചോദ്യം ചോദിക്കരുത്. അബ്രഹാം ചോദിച്ചു, ഞാൻ എന്തോന്ന് അറിയോ? യാഗമൃഗത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. യാഗം അർപ്പിച്ച അറിയാവുന്ന അബ്രഹാമിന് യാഗമൃഗത്തെ അർപ്പിച്ചപ്പോൾ തെറ്റുപറ്റി.
ദൈവത്തിന്റെ കാലം ദൈവത്തോട് സംസാരിച്ചു. നിന്റെ തലമുറകൾ എന്ത് ചെയ്യും? 400 വർഷം പ്രവാസത്തിലേക്ക് കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ മുഖാന്തരം ഇസ്രായേൽ ജനം 400 വർഷം പ്രവാസത്തിലേക്ക് കടന്നുപോയി. നമ്മുടെ ജീവിതത്തില് ദൈവം മറുപടിയുമായി കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാനിത് എങ്ങനെ അറിയുമെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിൽ പിന്നുള്ള കാലങ്ങളിൽ ചില വേദനയുടെ ദിനങ്ങളായി തീരും. ഹല്ലേലൂയ. അബ്രഹാമിന് ദൈവം കൊടുക്കുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, കാടിപ്പാറ ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ ഒരു മടി കൂടാതെ ധൈര്യത്തോടെ ഇറങ്ങിയ അബ്രഹാമിന് ഇപ്പോൾ തലമുറയുടെ കാര്യം പറഞ്ഞപ്പോൾ തനിക്കൊരു സംശയം. ഈ സംശയം വരാൻ കാരണം എന്നാ? തനിക്ക് പ്രായം ഇച്ചിരി കൂടിപ്പോയി. സക്കറിയാവിനും പ്രശ്നം എന്നാ? പ്രായം ഇച്ചിരി കൂടിപ്പോയി. കണക്കൂട്ടലുകൾ തെറ്റിയേക്കുക. കണക്കൂട്ടലുകൾ എന്തിക്കുക? തെറ്റിക്കിടക്കുക. നമ്മുടെ കണക്കൂട്ടൽ പ്രകാരം പോകാനല്ല ദൈവം ഇരിക്കും. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. നമ്മൾ കണക്കൂട്ടുന്നതനുസരിച്ച് ചെയ്യുവാൻ വേണ്ടി ഇരിക്കുന്നതല്ല ദൈവം. നമ്മുടെ കൂട്ടലുകളെ തെറ്റിക്കുവാൻ വേണ്ടി ഇരിക്കുന്നതാ. എന്നുവെച്ചാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ കൂട്ടിവെച്ചിരിക്കുന്നതും എഴുതി വെച്ചിരിക്കുന്ന കണക്കുകളെ തെറ്റിച്ച് കളയുന്ന ഒരു പ്രവൃത്തി. നമ്മുടെ കണക്കൂട്ടുകൾ പ്രകാരമാണ് ദൈവം പ്രവൃത്തി വെളിപ്പെടുത്തെങ്കിൽ പറയൂ, ഇത് ദൈവത്താൽ സംഭവിച്ചതല്ല, ഇത് മാനുഷികമായി നടന്നതാണ്. എന്നാൽ നമ്മുടെ കണക്കൂട്ടുകൾ തെറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ നമുക്ക് ധൈര്യത്തോട് പറയാൻ കഴിയോ, ഇത് മാനുഷികമായി സംഭവിച്ചതല്ല, ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന്. അതാണ് വ്യത്യാസം. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചപ്പോൾ, അല്ലെങ്കിൽ കാണിപ്പാറ ദേശത്തേക്ക് കടന്നു പോകാൻ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ദൈവത്തിന് അപ്പോൾ തന്നെ അബ്രഹാമിന് തലമുറയെ കൊടുക്കാം. എന്നാൽ ദൈവം ആ കണക്കൂട്ടലെ മാറ്റിവെച്ചിട്ട് സത്യം പറഞ്ഞ നമ്മളൊക്കെയാണ് ചെയ്താനെ. കാരണം കാണിപ്പാറയ്ക്ക് ദേശഭേദമൊന്നും പോലും അറിയാതെ വിശ്വാസത്തോടെ ഇറങ്ങിയവനാ അബ്രഹാം. അല്ലേ? അങ്ങനെ ഇറങ്ങിയ അബ്രഹാമിന് അത്രയും വിശ്വാസമുള്ള ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ആർക്കും ആ വിശ്വാസമില്ല. നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ പോലും ഇന്നത്തെ ആൾക്കാർക്ക് പോകാൻ മടിയാ. ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയില് തനിക്ക് ദൈവം ആലോചന കേട്ടപ്പോൾ ഏത് സ്ഥലമെന്ന് പോലും അറിയാതെ കാണിപ്പാറ ദേശത്തേക്ക് ധൈര്യത്തോടെ തന്റെ ഭവനവുമായി കുടുംബവും ദേശവും വിട്ട് തന്റെ സകലതും ഉപേക്ഷിച്ച് ചാർച്ചക്കാരും സഹോദരങ്ങളും ഉപേക്ഷിച്ച് തനിക്ക് അവിടെ പുറപ്പെടുവാൻ കഴിഞ്ഞുവെങ്കിൽ ആ അബ്രഹാമിന് വേണമെങ്കിൽ, ദൈവത്തിന് വേണമെങ്കിൽ അപ്പോൾ തന്നെ തലമുറയെ കൊടുക്കാം. അതിന്മേൽ പ്രവൃത്തി സാറ പറയുന്നു, ദൈവം എന്റെ ഗർഭം എന്ത് ചെയ്തു? അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അടച്ചതിന് ദൈവത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? തുറക്കുവാൻ കഴിയാം. എന്നാൽ അതിന് കാലതാമസം വെച്ചു. കാരണം കാലതാമസം വരണമെങ്കിൽ അന്ന് അബ്രഹാമിന് കാലതാമസം വരുത്തിയത് കൊണ്ടാണ് ഇന്നും തലമുറയില്ലാത്തവരോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. അത്ര കാലതാമസം വന്ന അബ്രഹാമിന് വേണ്ടി ഹല്ലേലൂയ സകലതും നശിച്ചിട്ട് ഹല്ലേലൂയ പുത്രോത്പാദനത്തിലുള്ള സാധ്യതകളെല്ലാം മങ്ങിയിട്ട് ദൈവം അവിടെ പ്രവർത്തിച്ചുവെങ്കിൽ ഇന്നും എനിക്ക് വേണ്ടി അതിന്മേലൊരു പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വാസ സമൂഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതൊരൊറ്റ കാരണമേ ഉള്ളൂ, അബ്രഹാമിന്റെ ജീവിതത്തിൽ കാലതാമസങ്ങൾ വരുത്തിയതാ. ഞാൻ പഠിച്ചു വെച്ച ഒരു പാഠമുണ്ട്, എല്ലാവരും അങ്ങനെ ഏൽക്കണമെന്നില്ല, എൻ്റെ ഒരു ചിന്തയാട്ടോ. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും എന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എങ്ങനെയാന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ, ശോധനയിലൂടെ അല്ലെങ്കിൽ കഷ്ടതയിലൂടെ പ്രയാസങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ടിട്ട് കഴിഞ്ഞ ഒക്ടോബർ മാസമൊക്കെ കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങൾ കടന്നുപോയി. പക്ഷെ അന്ന് എനിക്ക് ആരും മനസ്സിലായില്ല. ഞാൻ 2023 ആഗസ്റ്റ് മാസത്തിൽ വളരെ വേദനയോടെ, ഹൃദയവേദനയോടെ ദൈവസ്ഥലിൽ ഇരുന്നു കൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവം എന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ച പോലെ എന്നെ അങ്ങ് എടുത്തേക്കണം, വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ ഇരുത്തേക്കുന്നേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ്, എനിക്ക് ജീവിതം മടുത്തു എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ എന്റെ ഭവനത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുവാൻ ഇട വന്നു, പാസ്റ്റർ വീടിന് അടുത്തുനിന്ന് 1.5 കിലോമീറ്റർ മാറിയുള്ള കടലില്ലേ, അവിടെ ചെന്ന് പാസ്റ്റർ ചെന്ന് ചാടിയാലും പാസ്റ്റർ മരിക്കില്ല, കാരണം ഇനിയും കഷ്ടത കുറെ അനുഭവിക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ചിന്തിച്ചു നോക്കണം, ഹൃദയവേദനയോടിരിക്കുന്നവനെ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ജീവിതം അടുത്ത് സൂക്ഷിക്കാൻ ദൈവനെ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകേണ്ട. എലിയ പ്രാർത്ഥിച്ച പോലെ എന്നെ എടുത്തേരെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എനിക്ക് വന്ന ആശ്വാസത്തിന്റെ വാക്ക് എന്ന് പറയുന്നത്, ഈ 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ കടലിൽ പോയി നീ ചാടിയാല്, പ്രൈസ് ദി ലോർഡ്, പാലത്തിന് മേളിൽ നിന്ന് കടലിലേക്ക് എടുത്ത് ചാടിയാല് നീ മരിക്കില്ല, നീ ഇനിയും കുറെ കഷ്ടത അനുഭവിക്കാനുണ്ട്. ആശ്വാസത്തിന്റെ വാക്ക് വല്ലതുമാണോ? സമാധാനത്തിന്റെ വാക്ക് കേൾക്കുമെന്ന് പറഞ്ഞ് ഒരു ദൈവദാസൻ വീട്ടിൽ വന്നപ്പോ കേട്ടത്, ഇന്ന് തീർന്നിട്ടില്ല, ഇനി ഞാൻ അനുഭവിക്കാനുണ്ട്. പക്ഷേ അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായില്ല. 2024 ഞാൻ അത് മുഴുവനും കണ്ണുനീരോടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വേദനയോടെ, ഹൃദയ നുറുക്കത്തോടെ, ഹല്ലേലൂയ, തകർന്നു പോകുന്ന അവസ്ഥയിലൂടെ ഞാൻ അനുഭവിക്കുവാനിട വന്നു. എന്നാൽ അന്ന് ദൈവത്തിന്റെ ആലോചന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ കുറിച്ച് ദൈവത്തിന് എന്തോ പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. അതിന് മുമ്പ് ഞാൻ എന്റെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ നോക്കിയാലോ അതിന്മേൽ എന്റെ ജീവിതം അവസാനിക്കില്ല. ഞാൻ അത് അനുഭവിച്ചേ പറ്റൂ. ആ കണ്ണുനീരിലൂടെ കടന്നേ പോയേ പറ്റൂ. ആ വേദന ഞാൻ അനുഭവിച്ചേ പറ്റൂ. എന്നാൽ ആ കണ്ണുനീരും വേദനയും അനുഭവിച്ച ശേഷം അനേകരുടെ ജീവിതത്തിന് അത് മുഖാന്തരം അനേകർക്ക് ഒരു ആശ്വാസം പകരുവാ എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ ഉപയോഗിക്കുവാനിട വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് കാലതാമസം വന്നുവെങ്കിൽ പ്രാർത്ഥനയുടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തലമുറയുടെ കാലതാമസം വന്നുവെങ്കിൽ ഇന്ന് തലമുറയില്ലാത്തവർക്ക് അതൊരു ആശ്വാസമാണെങ്കിൽ, ഇന്ന് പകലായിരിക്കുന്ന ദൈവവേദനയിലെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വൈകുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുമ്പോൾ അനേകർ വേദനയോടിരിക്കുന്നവന് ഒരു ആശ്വാസമായി തീർക്കുവാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആയിരിക്കുന്ന സെക്കര്യാവ് ദൈവദൂതനോട് ചോദിക്കുക, ഇതെന്തോന്ന് ഞാൻ അറിയും. സെക്കര്യാവിനോട് ഗബ്രിയേൽ ദൂതൻ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടത്. അവിടെ ഗബ്രിയേൽ ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നെ അറിയിപ്പാനും എന്നെ അയച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. 19 വാക്യത്തില് ദൈവത്തിന്റെ ദൂതൻ പറയാ, എന്നെ ദൈവം അയച്ചിട്ട് ഞാൻ വന്നതാ. അല്ലാതെ എന്റെ ഇഷ്ടത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടില്ല. എന്നിട്ട് പറയുന്നില്ല, തക്ക സമയത്ത് നിവർത്തി വരുത്താനുള്ള എന്റെ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ മൗനമായിരുന്നു. അബ്രഹാമിനോട് പറഞ്ഞത് വിശ്വസിക്കാത്തത് കൊണ്ട് അവരുടെ തലമുറ 400 വർഷം പോയെങ്കിൽ സെക്കര്യാവിനോട് പറഞ്ഞു, അത് നിവർത്തീകരിക്കുന്നവരെ, നീ ആ തലമുറയെ കാണുന്നവരെ നിന്റെ നാവ് എന്തില്ല, അനങ്ങില്ല. ചില ശോധന വരുന്നതിന് കാരണം എന്നാ അറിയാമോ? നമ്മൾ തന്നെ അതിന് കാരണം ഉണ്ടാക്കുന്ന. പ്രൈസ് ദി ലോർഡ്. മറുപടിയാണ് എന്ന് പറഞ്ഞ് ദൈവം പറയുമ്പോ നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യാ? സംശയമാ, ചോദ്യമാ, ക്വസ്റ്റ്യനാ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക്, പ്രൈസ് ദി ലോർഡ്, നമുക്കറിയാം ഇപ്പോഴത്തെ തലമുറയെ, പൊടിക്കുഞ്ഞുങ്ങളെ ചിന്തിച്ചു നോക്കിയാൽ ഒരു 4, 5, 6 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് നമ്മളൊരു ആൻസർ പറഞ്ഞാൽ ഒരു 10 ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് നമ്മോട് ചോദിക്കും. എത്ര ആൻസർ പറഞ്ഞാലും അവർക്ക് സമാധാനം കിട്ടില്ല. പിന്നെ അവർക്ക് സംശയമാണ്. ഇങ്ങനെ ചോദിച്ചോണ്ട്, എനിക്ക് 5 വയസ്സുള്ള കുഞ്ഞുണ്ട്, അവനാണെങ്കിൽ എപ്പോ നോക്കിയാലും ക്വസ്റ്റ്യനാ. അവനാകെ ഉറങ്ങുമ്പോൾ മാത്രമേ മിണ്ടാണ്ടിരിക്കുള്ളൂ. ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു ആൻസർ പറഞ്ഞു കഴിയുമ്പോൾ അവൻ അടുത്ത ക്വസ്റ്റ്യനോട് വരും. എവിടെ നിന്ന് ഈ ക്വസ്റ്റ്യൻ എല്ലാം കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അവരുടെ ഉള്ളിൽ ഒരിക്കലും സംശയം തീരില്ല. മറുപടി കൊടുത്ത് എനിക്ക് അവസാനം ദേഷ്യം വരുമ്പോ ഞാൻ വഴക്ക് പറഞ്ഞാൽ മിണ്ടാണ്ടിരുന്നോളാൻ പറയും. കാരണം നമുക്ക് തന്നെ മടുപ്പ്, എന്താ പറഞ്ഞ തീരില്ല. കാരണം സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാ. നമുക്ക് മറുപടി കിട്ടുമ്പോ, ഇപ്പൊ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ ശുശ്രൂഷ സമയത്ത് നമ്മുടെ ഒരു ആലോചന പറയാം, അല്ലെങ്കിൽ ചർച്ചിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവദാസനിലൂടെ നമ്മളോട് ഇടപെട്ട് കഴിഞ്ഞ് നമ്മൾ അത് ഏറ്റെടുത്ത് പുറത്തിറങ്ങുമ്പോൾ നമ്മളോട് ഒരാൾ പറയാം, ഓ അതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ, ആ ശരിയാട്ടോ, അത് സംഭവിക്കില്ല, നമ്മൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ഇടപെട്ട വാക്കിനേക്കാൾ വ്യക്തികൾ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആത്മീയ ലോകത്തിലാണ് നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന വാക്കിനേക്കാൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന വ്യക്തികൾ പറയുന്ന വാക്കിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് പലരും അത് മുഖാന്തരം കണ്ണുനീരിന്റെയും വേദനയുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുക. സെക്കര്യാവേ, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ ദൂതന, ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നത്, അവൻ തക്ക സമയത്ത് നിവർത്തീകരണം വരുത്തുന്നവനാ. സെക്കര്യാവ് നോക്കണം, ദൈവത്തിന്റെ പുരോഹിതനാ.
ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവനാ. ഈ ശുശ്രൂഷ ചെയ്യുന്ന സെക്കര്യാവിന് തന്നെ ചോദിക്കുന്നത് എങ്ങനെ അറിയും? കാരണം സെക്കര്യാവിനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. സെക്കര്യാവ് എന്താ? വാർദ്ധക്യമാണ്, പ്രായമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രായമുള്ളവനാ. ഹല്ലേലൂയ. പ്രായം ചിന്തിച്ചു നോക്കുമ്പോൾ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കുമ്പോൾ എന്താ? അതിനൊരു സാഹചര്യം ഇല്ല. ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പല വിഷയങ്ങൾക്കും മറുപടി ഇല്ല ദൈവവൈദ്യനെ. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന് പലതിനും മറുപടി ഉണ്ട്. പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ ദൈവവൈദ്യലെ? ബുദ്ധി കൊണ്ട് നമ്മൾ നോക്കുന്ന പല വിഷയങ്ങൾക്കും നമുക്ക് മറുപടിയില്ല. എന്നാൽ ദൈവാത്മാവിൽ നിൽക്കുന്ന ഒരു ദൈവവൈദ്യനില്ല. ദൈവത്തെ നോക്കുന്നവന്, പരിശുദ്ധാത്മാവിൽ നിൽക്കുന്നവന് അവന് മുമ്പിൽ ഒരു മറുപടി ഉണ്ട്. അത് വാർദ്ധക്യം ഒരു പ്രശ്നമല്ല, കാലതാമസം ഒരു പ്രശ്നമല്ല, വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല, അവന്റെ യോഗ്യത ഒരു പ്രശ്നമല്ല, അവന്റെ കഴിവ് ഒരു പ്രശ്നമല്ല. അവൻ ദൈവസ്ഥനില് പൂർണ്ണമായ ഒരു സമർപ്പണത്തിന് ദൈവസ്ഥനിൽ ഏച്ചു കൊടുത്താൽ മതി. അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വെറും +2 വരെ പഠിച്ചിട്ട് ലാബിൽ വരെ ഒരു ഫീൽഡ് വർക്കായി ജോലി ചെയ്ത ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇരുന്ന സ്ഥാനത്ത് നിന്നാണ് എന്നെ ബൈബിൾ കോളേജിലേക്ക് ദൈവത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചത്. ബൈബിൾ കോളേജിൽ 3 വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോ അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചു, എനിക്ക് എന്റെ വിദ്യാഭ്യാസം അനുസരിച്ച് എനിക്ക് വചനം പ്രസംഗിപ്പാനോ കഴിവോ പ്രാപ്തിയോ ഇല്ലാത്തത് കൊണ്ട് ബൈബിൾ കോളേജിലെ അവിടുത്തെ ലൈബ്രറിയിൽ വല്ലതും ജോലി ചെയ്യോ, അവിടുത്തെ വല്ല ഓഫീസിൽ വല്ല വർക്ക് ചെയ്ത് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകാമെന്ന് തീരുമാനിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഇവിടെ നിൽക്കരുത്, നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ആലോചന കേട്ട് ഞാൻ ഒറീസയിലേക്ക് പോവാൻ തീരുമാനമെടുത്തു. പക്ഷെ തീരുമാനമെടുത്തപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായേ, ഞാൻ ഇതുവരെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാന് ട്രെയിനിൽ യാത്ര ചെയ്തില്ല എന്ന് പറയുന്നതിനർത്ഥം ലോങ് ട്രാവൽ ചെയ്തിട്ടില്ല. അവിടുന്ന് കേരളത്തിൽ 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് എങ്ങനെയാ പോകേണ്ട, രാത്രി കിടക്കണോ, അത് കഴിഞ്ഞിട്ട് ട്രെയിനിൽ കയറി നമുക്ക് കുളിക്കാൻ പറ്റുമോ, എങ്ങനെ സൗകര്യങ്ങളോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. പ്രൈസ് ദി ലോർഡ്. 10 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 10 വർഷം 8 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഞാൻ സ്ലീപ്പറിന് ടിക്കറ്റ് എടുത്തു. എനിക്ക് ലാംഗ്വേജ് അറിഞ്ഞുകൂടാ. ഒറീസ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ലാംഗ്വേജ് അറിഞ്ഞുകൂടാ, എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഞാൻ അവിടെ ഒരു ദൈവദാസനെ വിളിച്ച് ദൈവദാസനെല്ലാം അറേഞ്ച് ചെയ്തു. എന്നാൽ ഞാൻ ഇവിടുന്ന് എന്റെ നാട്ടിൽ നിന്ന് 35 മണിക്കൂർ യാത്രയുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. അതിന് എന്താ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ വിശ്വാസത്താൽ പോയി സ്ലീപ്പറിന് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരച്ഛൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, റോബിനെ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോ, റോബിന് വേണ്ടി ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ റോബിനെ ഒറീസ കൊണ്ടാമെന്ന് പറഞ്ഞു. ട്രെയിനിൽ കയറിയിട്ട് കുളിക്കണോ, എങ്ങനെ പോകണമെന്ന് അറിയാത്ത എനിക്ക് വേണ്ടി, അതുവരെ ഫ്ലൈറ്റിൽ കയറാത്ത എനിക്ക് വേണ്ടി ഒരു വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി. എന്നെ അവിടെ ഒറീസയിൽ കൊണ്ടുചെന്ന് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് അറേഞ്ച് ചെയ്ത് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനിട വന്നു. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ബുദ്ധി കൊണ്ട് നോക്കുമ്പോ എങ്ങനെ പോകണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നി. എന്നാ എന്റെ ദൈവത്തിന്റെ കരം എന്നെ അയക്കുന്ന ദൈവമാണെങ്കിൽ, എന്നോട് പുറപ്പെടാൻ പറഞ്ഞ ദൈവമാണെങ്കിൽ, നിനക്ക് വേണ്ടി മേത്തരമായത് സ്വർഗത്തിലെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി തക്ക സമയമായപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ, ഇന്ന് രാത്രി പോലായിരിക്കുന്ന ദൈവമൈതലേ, നിന്റെ പ്രായത്തെയോ നിന്റെ വിഷയത്തെയോ നിന്റെ ജീവിതത്തെയോ നിന്റെ വിദ്യാഭ്യാസത്തെ നോക്കാതെ ദൈവത്തിന് നിന്റെ ജീവിതത്തെ ഒന്ന് പൂർണ്ണമായി സമർപ്പിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ഇതുവരെ കാണാത്തൊരു മറുപടി സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. മറുപടി ലഭിക്കാത്ത ഒരു വ്യക്തിയല്ല ഞാൻ. മറുപടി ലഭിച്ചിട്ടാ ദൈവസ്ഥനിൽ വചനം പ്രസംഗിക്കുന്നത്. എന്റെ ജീവിതത്തില് അനുഭവമില്ലാത്ത വചനം ഞാൻ പ്രസംഗിക്കില്ല. എനിക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഞാനത് ധൈര്യത്തോടെ വിളിച്ചു പറയുവാനിട വരും. സെക്കര്യാവ് തെറ്റുകാരനല്ല, ഞാൻ എനിക്ക് തെറ്റുകാരനെന്ന് പറയുന്നില്ല. ആലോചന പ്രാർത്ഥിച്ചത് ശരിയാണ്. പക്ഷെ തന്റെ ബുദ്ധി എന്ത് ചെയ്തു? ചോദിക്കുവാനിട വന്നു. ദൈവം എന്ത് ചെയ്തു? നിനക്കൊരു തലമുറ ഉണ്ടാകുന്നവരെ നിന്റെ വായ എന്ത് ചെയ്യട്ടെ? മൗനമായിരിക്കട്ടെ. ദൈവത്തിലെ എത്ര വലിയ കഷ്ടത ആയിക്കോട്ടെ, വേദന ആയിക്കോട്ടെ,
മറുപടി കിട്ടാതിരുന്നോട്ടെ. ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുവാൻ പോകരുത്. ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യരുത്? ക്വസ്റ്റ്യൻ ചോദിക്കുവാൻ പോകരുത്. ആ ക്വസ്റ്റ്യൻ ചിലപ്പെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വേദനയായിത്തീരും. അബ്രഹാമിന്റെ ഒരു ക്വസ്റ്റ്യൻ, പ്രൈസലോ, ജനം പ്രവാസത്തിൽ 400 വർഷം പോയെങ്കിൽ, സക്രിയാവിന്റെ ഒരു ക്വസ്റ്റ്യൻ, കുഞ്ഞുണ്ടാകുന്നത് വരെ വായ മൗനമായി തീർന്നുവെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, മറുപടിയുടെ താമസം വരുമ്പോൾ, ദൈവത്തോട് പ്രൈസലോ മറുപടിയുമായി ലഭിക്കുമ്പോൾ, ആൻസറുമായി ദൈവം കടന്നു വരുമ്പോൾ, ദൈവാലോചന ലഭിക്കുമ്പോൾ, പ്രൈസലോ അതിന്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാതെ മൗനമായി ഇരിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഇന്ന് പകലായിരിക്കുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി ഒരു മറുപടി തരുന്ന ദൈവമുണ്ട്. പ്രൈസലോ, ഹല്ലേലൂയ. സക്രിയാവിന് ദൈവം എന്ത് ചെയ്തു? മറുപടി കൊടുക്കുവാനിടവർ. ഒന്ന് രണ്ട് ചിന്തകളെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ, പ്രൈസലോ, നമ്മൾ എന്ത് ചെയ്യരുത്? അവിശ്വസിക്കാൻ പാടില്ല. അവിശ്വാസത്തിന്റെ വാക്കുകൾ എന്ത് ചെയ്യരുത്? നമ്മൾ പറയരുത്. പ്രൈസലോ, ഹല്ലേലൂയ. പ്രൈസലോ, ശൂന്യകാര്യത്തെ കുറിച്ച് പഠിച്ചു വരുമ്പോ, പ്രൈസലോ, ശൂന്യകാര്യത്തെ വലിയ ധനികയായിരുന്നു. 2 രാജാക്കന്മാർ പുസ്തകം 4-ാം അധ്യായത്തിൽ പഠിച്ചു വരുമ്പോൾ, 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളെല്ലാം, ആ 16 മുമ്പുള്ള വാക്യങ്ങളെല്ലാം പഠിച്ചു വരുമ്പോൾ ശൂന്യകാര്യത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ, അതിലൂടെ നടന്നുപോയ എലീശ പ്രവാചകനെ കണ്ടപ്പോൾ അവൻ ദൈവഭക്തനാണ്, ദൈവപുരുഷനാണ് എന്ന് മനസ്സിലാക്കി തന്റെ കൂടാരത്തോട് ചേർന്ന് കുടിലുണ്ടാക്കി അവന് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്ത ശൂന്യകാര്യത്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രൈസലോ, എലീശ പ്രവാചകൻ ചോദിക്കുന്നു, നിനക്കെന്ത് വേണമെന്ന് ചോദിച്ചു. പ്രൈസലോ, അത് കഴിഞ്ഞ് ശൂന്യകാര്യത്തിയുടേതായ വിഷയത്തെ മനസ്സിലാക്കി ശൂന്യകാര്യത്തിയോട് പറഞ്ഞു, ദൈവം നിനക്ക് അടുത്ത വർഷം ഒരു തലമുറയെ തരുമെന്ന് പറഞ്ഞു. ശൂന്യകാര്യത്തിൽ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. യജമാനനെ എന്നോട് ഫോഴ്സ്ക് പറയരുത്. 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ അങ്ങനെ ഇരിക്കുന്നത്, യജമാനനെ എന്നോട് എന്ത് ചെയ്യരുത്? ഫോഴ്സ്ക് പറയരുത്. എന്തുകൊണ്ടാ ഫോഴ്സ്ക് പറയാൻ കാരണം? അവര് വാർദ്ധക്യമുള്ളവരാ. കാരണം അവരുടെ ബുദ്ധി കൊണ്ട് പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? തലമുറയില്ല. തലമുറയില്ല. എന്നാൽ ആലോചന കേട്ടപ്പോൾ, പ്രൈസലോ, ശൂന്യകാര്യത്തിക്ക് ഒരു ഇത് എന്താ, എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ചിലപ്പെങ്കിൽ ആ ഫോഴ്സ്ക് ആയിരിക്കും ആ കുഞ്ഞിന്റെ മരണത്തിൽ എത്തിച്ചത്. തന്റെ വായിൽ നിന്ന് വന്ന ദൈവഭൃത്യനാണ് ഇതിലെ പോകുന്നത്, ഒരു ദൈവപുരുഷനാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ അവളും ദൈവമായിട്ടുള്ള ബന്ധം എത്ര പ്രകാരമായിരിക്കും ചിന്തിച്ചു നോക്കണം. എലീശ പ്രവാചകൻ അതിൽ കടന്നു പോകുമ്പോൾ, അതിന്റെ ഭർത്താവല്ല പറയുന്നത്, എലീശ പ്രവാചകൻ അതിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ നടുവിലൂടെ കടന്നു പോകുന്നത് ദൈവപുരുഷനാണ് എന്ന് പറയണമെങ്കിൽ ദൈവമായുള്ള ബന്ധം ശൂന്യകാർക്ക് എത്രമാത്രം അടുപ്പമുണ്ടാവും, ദൈവമായുള്ള ബന്ധം എപ്രകാരം ഉണ്ടാവും. അത്രമാത്രം ദൈവമായി ബന്ധമുള്ള ഒരു ശൂന്യകാര്യത്തിൽ ദൈവാലോചന പറയുന്നു, അടുത്ത വർഷം നിനക്ക് ദൈവം ഒരു തലമുറയെ തരുമെന്ന് പറഞ്ഞപ്പോൾ ദൈവപുരുഷനോട് പറയും, യജമാനനെ എന്നോട് എന്ത് ചെയ്ത് ഓഷ്ക് പറയരുത്. ഒരൊറ്റ വാക്ക് ജനിച്ച തലമുറ മരണത്തിലേക്ക് കടന്നുപോയി. എന്നാൽ മരണത്തിലേക്ക് കടന്നുപോയ തലമുറയെ നമ്മുടെ കുഴിച്ചിടുവാനല്ല, പ്രൈസലോ, ഹല്ലേലൂയ, യജമാനന്റെ അടുത്തേക്ക് ഓടുവാൻ ശൂന്യകാര്യത്തിൽ തയ്യാറായിട്ടു. ഇന്നുപോലെ ഇരിക്കുന്ന ദൈവ പൈതലേ, പ്രൈസലോ, ദൈവസന്നിധിയിൽ ആൻസറുമായി ഇന്ന് രാവിലെ ആയിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ വിഷയത്തിന് ഒരു മറുപടി ഉണ്ട്. നമ്മൾ ഹൃദയം കൊണ്ടൊന്ന് പൂർണ്ണമായി ഒന്ന് വിശ്വസിച്ച് അതിനൊന്ന് ഏറ്റെടുത്താൽ മതി. അതിനൊരു തീരുമാന കർത്താവേ, എന്റെ മറുപടി സ്വർഗത്തിലെ ദൈവം അയച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചനമാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത്, ഹല്ലേലൂയ, ഈ ജനത്തിന്റെ നടുവ് ഒരു പ്രാർത്ഥനയുടെ ഉത്തരവുമായി കടന്നു വരുന്നുണ്ട് എന്ന് ദൈവം ഇടപെടണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നാളുകളായി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഭാരത്തോടിരിക്കുന്ന സഹോദര, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്. അല്ലെങ്കിൽ ശൂന്യകാര്യത്തിൽ ദൈവമായി ബന്ധമുള്ളവളായിരുന്നു കടന്നു പോകുന്ന ഒരു ദൈവപുരുഷനാണെന്ന് മനസ്സിലാകണമെങ്കിൽ ദൈവമായി ബന്ധമുണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഒരു ദൈവപുരുഷന് വേണ്ടി തന്റെ കൂടാരത്തോട് ചേർന്ന് വന്ന് സകല കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ അത് ദൈവമായുള്ള ബന്ധമുള്ളവളായിരുന്നു. എന്നാൽ ദൈവാലോചനയെ ഏറ്റെടുക്കുവാൻ അവളുടെ ബുദ്ധി കൊണ്ട് കഴിഞ്ഞില്ല. നമ്മൾ ദൈവമായി നല്ല ബന്ധമുള്ളവരായിരിക്കും, പ്രാർത്ഥിക്കുന്നവരായിരിക്കും, ദൈവനാമത്തിൽ കൊടുക്കുന്നവരായിരിക്കും, ഉപവസിക്കുന്നവരായിരിക്കും, നിലവിളിക്കുന്നവരായിരിക്കും. എന്നാൽ ചില കാര്യങ്ങളുടെ ആൻസർ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സംശയമാണ്.
എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ശൂന്യകാര്യത്തെ കുറിച്ച്. ഹല്ലേലൂയ. തന്റെ മാളിക മുറിയോട് കൂടെ അത് കുടിൽ കൂടാരം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ആ ദൈവപുരുഷന് വേണ്ടി സകലതും ചെയ്യണമെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് പറ്റില്ല. നമുക്ക് പറ്റുമോ ദൈവം ഇതില്? നമ്മുടെ ഭവനത്തോട് ചേർന്ന് അടുത്ത് കടന്നു പോകുന്ന ഒരു ദൈവപുരുഷനായി എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥലത്ത് നമുക്കൊരു വീട് പണിത് കൊടുക്കാൻ കഴിയും ഇന്ന് പോലെ? എത്ര പേർ ചെയ്യും? നമുക്കിന്ന് പറ്റുമോ? എന്റെ ഭവനത്തില് ഈ ഭവനമുണ്ട്, അതിനൊപ്പം എന്റെ ഭവനത്തോട് ചേർന്ന ഒരു വീട് എനിക്ക് റൂം പണിത് കൊടുത്ത് ആ ദൈവവൃത്തിന് ഇവിടെ താമസിക്കണമെന്ന് ഇന്നത്തെ കാലം ആര് ചിന്തിക്കും? ഒരു മനുഷ്യൻ പറ്റണമെങ്കിൽ അത് ദൈവമായുള്ള അത്രമാത്രം അടുപ്പമായ ബന്ധമുണ്ടെങ്കിലേ പറ്റൂ, അല്ലാത്തവർക്ക് പറ്റില്ല. കാരണം ദൈവവുമായി ബന്ധം അത്രമാത്രം ശൂന്യകാരിക്ക് ഉണ്ടായിരുന്നു. ആ ശൂന്യകാരിയാണ് എലീശ പ്രവാചകനോട് പറയുന്നത്, എന്റെ മകനെ എന്നോട് പോഷ്ക്ക് പറയരുത്. ആ ഒരൊറ്റ വാക്ക് ജനിച്ച തലമുറയെ നഷ്ടപ്പെടുവാൻ, എന്നാൽ നഷ്ടപ്പെട്ട തലമുറ മുമ്പ് കരയുവ ശൂന്യകാരി തയ്യാറായില്ല. യജമാനടുത്തേക്ക് ഓടിപ്പോകുവാൻ ഇട വന്നു. ഇന്ന് പകലായിരിക്കുന്ന ദൈവവൈതലേ, നമ്മുടെ രാവിലെ ഒരൊറ്റ വാക്ക് നമ്മുടെ ജീവിതം ചില വേദനയായി തീരുവാനിട വരുത്തും. ദൈവാലോചന കേൾക്കുമ്പോൾ, ദൈവം ഇടപെടുമ്പോൾ, ദൈവം സംസാരിക്കുമ്പോൾ അതിനു മുമ്പ് അതിനെ തിരസ്കരിക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. 6 അധ്യായത്തില് ശമരിയ മുഴുവനും ക്ഷാമം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലം. ഞാൻ സമയമില്ലാത്തോണ്ട് ഓടിച്ചോടിച്ച് പറഞ്ഞ് നമുക്ക് വേദഭാഗം പരിചയമാണല്ലോ. 5-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ അവിടെ ശമരിയ മുഴുവൻ അരാം സൈന്യം കൊണ്ട് വളഞ്ഞിരിക്കുന്നു. ദേശം മുഴുവനും ക്ഷാമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു കുഞ്ഞിനെ കൊന്നു തിന്നുന്ന കാലം. അത്രമാത്രം ക്ഷാമം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലത്ത് നിന്നുകൊണ്ട് എലീശ പ്രവാചകൻ പറയുന്നു, നാളെ നിങ്ങൾക്ക് ഈ പ്രകാരമുള്ള ആഹാരം ലഭിക്കുമെന്ന് പറയുവാനിട വന്നു. അതിന് കാവൽ നിൽക്കുന്നവൻ പറയുക, സ്വർഗത്തിലെ ദൈവത്തിലെ കിളിവാതിൽ തുറന്നാലോ ഇത് സംഭവിക്കുകയില്ല. നമ്മുടെ ആലയങ്ങളിൽ ഇങ്ങനത്തുള്ളവരുണ്ട്, നമ്മുടെ ഭവനങ്ങളിലുള്ളവർ ഇങ്ങനെ ഉണ്ട്. നമ്മൾ ദൈവസന്നിധി വിശ്വാസത്തോടെ ദൈവമക്കൾ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് കിളിവാതിൽ തുറന്നാലും നടക്കില്ല എന്ന് പറയുന്ന ചിലരുണ്ട്. എന്നാൽ എലീശ അവരോട് പറഞ്ഞത് നീ പറഞ്ഞത് നീ കാണുകൊണ്ട് കാണോ, എന്നാൽ നീ അനുഭവിക്കുകയില്ല എന്ന. ദൈവാലോചന തിരസ്കരിച്ചവൻ അവൻ കണ്ണുകൊണ്ട് കാണൂ, എന്നാൽ അവൻ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു എന്ന വചനം വായിക്കുന്നത്. ഇന്ന് പകലായിരിക്കുന്ന ദൈവവൈതലേ, നമ്മൾ ദൈവമായുള്ള ബന്ധം എപ്രകാരമാണ്? നമ്മൾ ദൈവത്തോട് മറുതലിക്കുന്നവരാണോ? ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരാണോ? ദൈവാലോചന കാണുമ്പോൾ അതിനെ അവിശ്വസിക്കുന്നവരാണോ? ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. എന്നോട് ദൈവം എപ്പോഴും ഇടപെടുന്നത് ദർശനത്തിലൂടെയാണ്. ദർശനത്തിലൂടെ ദൈവ ആലോചന എന്നോട് സംസാരിക്കും. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച വെച്ചാൽ എനിക്ക് തോന്നുന്ന 12-ാം തീയതി രാത്രിയിൽ എന്നെ ദൈവം ഒരു ദർശനം കാണിച്ചു. ഞാനൊരു വീടിന്റെ ഉള്ളിൽ നിൽക്കുന്നു. പുറത്ത് 3-4 പേര് കൂടി സുവിശേഷം പറഞ്ഞ് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അതിന് നടുവിലേക്ക് സുവിശേഷ വിരോധികൾ കടന്നു വന്ന് കമ്പുകൊണ്ട് വന്ന് അടിക്കുന്നു. അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് നിന്ന് കരയുക, അവരെ ഒന്നും ചെയ്യരുത് നിലവിളിക്ക്. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ സേഫ് ആയിട്ട് നിൽക്കും. പക്ഷെ അവരെ ഇട്ട് അവരടിക്കുക. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ചിലരൊക്കെ സുവിശേഷ വിരോധികൾ, സുവിശേഷകരെ ഇവിടെ വന്ന സുവിശേഷം പറയുന്നവരൊക്കെ മറുതലിച്ച് പറയുന്ന ഒരു കാഴ്ച എന്നെ കാണിച്ചു. ഇത് കണ്ടതിന്റെ 6-ാം ദിവസം ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ നിന്നൊരു 450 കിലോമീറ്റർ അകലെ ഗ്രാമത്തിൽ ഞങ്ങൾ 2-3 പേര് കൂടി 3 ദിവസം മിഷൻ ട്രിപ്പായി കടന്നുപോയി. അവിടെ നിന്ന് ശുശ്രൂഷിക്കുവാനിട വന്നു. ഞങ്ങൾ അവസാനം ശുശ്രൂഷിച്ച സ്ഥലം രാവിലെ 10 മണി തൊട്ട് 4 മണി വരെ കരണ്ട് പോലും ഇല്ലാത്ത വീട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കൈകോർത്ത് പ്രാർത്ഥിച്ച് വളരെ ശക്തമായ ദൈവവചനം ശുശ്രൂഷിച്ച സ്ഥലം. ഇന്ന് അങ്ങനെ ഒരു ആലയമേ ഇല്ല. കഴിഞ്ഞ ബുധനാഴ്ച അവിടെ ഞാൻ അന്ന് പോയില്ല. കടന്നുപോയവരുടെ നടുവിലേക്ക് പോലീസുകാരുമായി കടന്നു വന്ന് സുവിശേഷ വിരോധികൾ വന്ന് അവിടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാര് ദൈവമക്കളെ കോലുകൊണ്ടൊക്കെ അടിച്ച് ആലയത്തെ തല്ലിപ്പൊടിച്ച് കളഞ്ഞ്
അവർ കടന്നു വന്ന ഒരു വണ്ടി പോലും ഇല്ലാതെ സകല വണ്ടികളുടെ വീല് വരെ ഊരി, പെട്രോൾ ടാങ്ക് കുത്തിപ്പൊളിച്ച്, വണ്ടിയെല്ലാം തല്ലിപ്പൊളിച്ച്, എല്ലാവരുടെ പേരിൽ കേസായി അവർ പോലീസ് സ്റ്റേഷനിലായിരുന്നു. ദൈവം എന്നെ കാണിച്ചത്, ഞാൻ മുറിക്കകത്തുള്ളിൽ നിൽക്കുന്നു, പുറത്ത് നിൽക്കുന്നു. ഞാൻ അന്ന് പോയില്ല, അതുകൊണ്ട് എന്റെ പേര് കേസായില്ല. അതാ ദൈവം എന്നെ കാണിച്ചത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം അതിന്റെ വീഡിയോ വന്നപ്പോൾ, ഞങ്ങൾ ശുശ്രൂഷ സ്ഥലത്തെ ഒന്നുമില്ലാതെ അടിച്ച് പൊളിച്ച്, ഒരു തുള്ളി അവർക്ക് വേണ്ടി വച്ചിരുന്ന അരിയാഹാരം വരെ വലിച്ചെറിഞ്ഞു കളഞ്ഞ്, തല്ലിപ്പൊളിച്ചു കളഞ്ഞു. അത്രമാത്രം പീഡയിലൂടെ കടന്നു പോകുന്ന ഒരു ലോകത്തിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് 400 കിലോമീറ്റർ കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോയി ശുശ്രൂഷിച്ച, എല്ലാ മാസവും പോകുന്ന സ്ഥലം. എന്നാൽ ഇന്ന് അവിടെ ആലയത്തെ നിർത്താൻ കഴിയാത്ത രീതിയിൽ അതിനെ തല്ലിപ്പൊളിച്ചു. ദൈവജനമേ, ദേശത്തിന്മേൽ രാജ്യത്തിന്മേൽ ഒരു ഉണർവിന്റെ കാറ്റടിക്കുവാനുണ്ട്. അതിന് ഉത്തരം അധികം വൈകാതെ വെളിപ്പെടുവാൻ ഇടവരും. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാണ്. നമ്മൾ അതിനു വേണ്ടി ഒരു കോള് വന്നു. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി മറുപടി അയക്കാൻ തയ്യാറാണ്. സെഖര്യാവിനോട് പറഞ്ഞു, സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. ഇന്ന് രാവിലെ കേൾക്കുന്ന എന്റെ ദൈവ പൈതലേ, നാളുകളായി ഞാൻ ദൈവത്തോട് നിലവിളിക്കുന്നു, ദൈവത്തോട് കരയുന്നു. പലപ്പോഴും ഞാൻ അവിശ്വാസത്തിന്റെ വാക്കുകൾ എന്റെ നാം കൊണ്ട് പറഞ്ഞു, ഇനി അതിന് മറുപടി ഇല്ല, നടക്കില്ല എന്ന്. എന്നാൽ ഇന്ന് എന്നെ കേൾപ്പിച്ച വചനം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അയച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഞാൻ അതിന്റെ മറുപടി കണ്ണുകൊണ്ട് കാണും. അബ്രഹാമിനോട് പറഞ്ഞു നിറവേനെങ്കിൽ, സെഖര്യാവിന് വേണ്ടി നിറവേറെങ്കിൽ, അല്ലെങ്കിൽ ശൂന്യക്കാരത്തിക്ക് വേണ്ടി നിറവേറെങ്കിൽ, ശമരിയ പട്ടണത്തിലെ നിറവേറെങ്കിൽ, ഇന്നെ കേൾക്കുന്ന ദൈവമേ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തില് ദൈവമാർ മറുപടി അയക്കും. എന്നാൽ നമ്മൾ അതിന്റെ നടുവിൽ അവിശ്വാസത്തിന്റെ മക്കൾ പറയാതെ, ഞാൻ അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ അതിനെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ ഹൃദയം കൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കുന്നു, എന്റെ ദൈവം എനിക്ക് വേണ്ടി മറുപടി അയച്ചു എന്ന് നമ്മളിത് പൂർണ്ണമായി ഏറ്റെടുക്കാൻ തയ്യാറാണ്. ദൈവം ഓരോ ഭാഷക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ദൈവത്തിന്. എന്നാൽ സകലതും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്, നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയും. എനിക്ക് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യല്ലാതെ എനിക്ക് വേറെ ഒരു കഴിവുമില്ല. എന്നാൽ സകലതും ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് നിങ്ങൾ ഇന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാണ്. എന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. എന്നാൽ നമ്മുടെ അരുമനാഥനായ ദൈവത്തിൽ ഒന്ന് പൂർണ്ണമായി വിശ്വസിച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വേണ്ടി മറുപടി അയച്ചെങ്കിൽ നിങ്ങൾക്ക് ദൈവം മറുപടി അയക്കും. സെഖര്യാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയല്ല, വരുന്ന ആണ്ടിൽ അതിന്റെ മറുപടി കാണുവാനിടം. ഇതുപോലായിരിക്കുന്ന ദൈവം ഇത് ശമരിയിൽ മറുപടി കണ്ടു, ശൂന്യകാലത്തിൽ മറുപടി കണ്ടു, അബ്രഹാമിന് മറുപടി കണ്ടു. ഇന്നുപോലെ നമുക്ക് ദൈവം മറുപടി അയച്ചിട്ടുണ്ട്. പൂർണ്ണമായി വിശ്വസിച്ചാൽ ഒരു നിമിഷങ്ങളടച്ചാൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചതിനും പരിശുദ്ധനുമായ സ്വർഗ്ഗീയ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന സഹോദരിമാർ ദൈവദാസന്മാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ഏത് വിഷയത്തിനാ ഇന്ന് കണ്ണുനീരോട് ദൈവസ്ഥലിൽ കടന്നു വന്നിരിക്കുന്നോ, അതിന്റെ മറുപടി വരും ദിവസത്തിൽ അവരെ കണ്ണുകൊണ്ട് കാണുവാൻ. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ വിഷയത്തെ എന്റെ ദൈവം ഒരിക്കൽ മറുപടി അയച്ചു എന്ന് ഞാൻ കണ്ണുകൊണ്ട് കാണുവാ. ദൈവം ഇടവരുത്തുന്നു. കർത്താവേ, ദൈവം അങ്ങനെ തന്നെ ചെയ്തതിനായി ശ്രദ്ധിക്കും. ദൈവം അങ്ങനെ തന്നെ പ്രവർത്തിച്ചതിനായി ശ്രദ്ധിക്കും. ആദ്യമേ പ്രത്യേകിച്ച് ദൈവദാസനെ ഓർത്തുകൊണ്ട്, പ്രവർത്തനങ്ങളെ ഓർത്ത്, സഭയെ ഓർത്തുകൊണ്ട്, അതിന്റെ കൂട്ടായ്മ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കും. ആൾക്ക് നാൾ വർദ്ധിച്ചു വരുവാൻ, ശക്തിയോടെ ബലത്തോടെ നിൽക്കുവാൻ സഹായം എല്ലാം അനുഗ്രഹമാക്കണം.